സ്നേഹപ്പെട്ട എല്ലാവർക്കും അതിനെതിലേക്ക് സ്വാഗതം. രാജാവ് താൻ യഹോവയെ അനുസരിച്ച് നടക്കുകയും അവൻ്റെ കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും നിവർത്തിക്കുകയും ചെയ്യാമെന്ന് യഹോവയുടെ മുമ്പാകെ ഒരു നിയമം ചെയ്തു. 2 രാജാക്കന്മാർ 21-3 വാക്യം. യെരുശലേമിൽ രാജാവായിരുന്ന യോശിയാവ് ദൈവത്തിന് തൻ്റെ ജനത്തെപ്പറ്റിയുള്ള ചെറിയ അറിവിലാണ് വളർന്നത്. മഹാപുരോഹിതൻ ദീർഘനാളുകളായി അവഗണിക്കപ്പെട്ട ആലയത്തിൽ നിന്നും ന്യായപ്രമാണം കണ്ടെത്തിയപ്പോൾ 2 രാജാക്കന്മാർ 22-8 വാക്യം. യോശിയാവ് അത് കേൾക്കുവാൻ ആഗ്രഹിച്ച വിഗ്രഹാരാധനയെപ്പറ്റി ദൈവം പറയുന്ന കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ന്യായപ്രമാണം അനുസരിച്ച് മന്ത്രത്തകട് മുറിച്ചു മാറ്റുന്നതിനേക്കാൾ വലിയ മാറ്റങ്ങൾ വരുത്തി. 2 രാജാക്കന്മാർ 23-3-7 വാക്യം. ഇന്നത്തെ വിശ്വാസികൾക്ക് യോശിയാവ് ചെയ്തതിനേക്കാൾ മികച്ച കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. നമുക്ക് നമ്മെ ഉപയോഗിക്കേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നാം മറന്നു കളയുവാൻ സാധ്യതയുള്ള ചെറുതും വലുതുമായ കാര്യങ്ങളെ വെളിച്ചത്തിൽ കൊണ്ടുവരുന്നു. നിങ്ങൾ വരുത്തേണ്ടത് ഒരു മാറ്റത്തെപ്പറ്റി ഒരു വിശ്വാസം നിങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ വിവരിക്കുമോ? നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനത്തെ കാര്യങ്ങളാണ് ദൈവത്തിന് അതിശയമായിട്ടുള്ളത്? പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങേക്ക് പ്രസാദമില്ലാത്ത സകലത്തെയും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ നിറയ്ക്കണമേ. കഴിഞ്ഞ ആഴ്ചക്കാലം വരാവുന്ന അവിടുന്ന് രോഗദുഃഖങ്ങൾ മണത്ത് നല്ല ദൈവം നമ്മെ കാത്തുവാച്ചു. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ ദൈവം നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.